ഇങ്ക്സ്കേപ്പിൽ ഒരു സാസർ നിർമ്മിക്കുന്നതിനുള്ള ഇതാണ്. ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഷോ പേജ് ബോർഡർ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഡോക്യുമെൻ്റ് ഇവിടെ സ്ഥലം ഫ്രീ ആയി. ക്രിയേറ്റ് സർക്കിൾ ടൂൾ എടുക്കുക. അപ്പോൾ അതിൽ ഇവിടെ സെമി സർക്കിളാണ് വന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് അതിനെ ഫുൾ സർക്കിളാക്കുക. എന്നിട്ട് കളറ് ചേഞ്ച് ചെയ്ത് ഗ്രേഡിയൻറ്റ് ടൂൾ യൂസ് ചെയ്യുക. ഇവിടെ കിടക്കുന്ന ലീനിയർ ഗ്രേഡിയൻ്റ് ആണ്, അത് റേഡിയൽ ഗ്രേഡിയൻ്റായി മാറ്റുക. സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ലൈറ്റ് കളർ ഈ അഗ്രത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഡാർക്ക് കളറും കൊടുക്കുക. എന്നിട്ടൊന്ന് ക്രമീകരിക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം അതിന് സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്, എന്നിട്ട് ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് അതിനൊന്ന് ചെറുതാക്കുക. വീണ്ടും ഗ്രേഡിയൻറ്റ് ടൂൾ യൂസ് ചെയ്ത് നേരത്തെ നമ്മൾ കൊടുത്തതിന് സെൻറ്ററിൽ നമ്മൾ ലൈറ്റ് കളർ എടുത്തിരുന്നത് ഇപ്പോൾ ഡാർക്ക് കളർ എടുക്കുക. മറ്റേത് ലൈറ്റ് കളറും. എന്നിട്ടൊന്ന് ക്രമീകരിക്കുക. സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഷിഫ്റ്റ് കീ അമർത്തിക്കൊണ്ട് ചെറുതാക്കുക. ഗ്രേഡിയൻറ്റ് ടൂൾ യൂസ് ചെയ്ത് സെൻറ്ററിൽ ഇപ്പോൾ ലൈറ്റ് കളറും ഔട്ടർ ഡാർക്ക് കളറും കൊടുക്കുക. ഒരു ക്രമീകരിക്കുക. അത് ഒരിക്കൽ കൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഷിഫ്റ്റ് കീ അമർത്തിക്കൊണ്ട് ചെറുതാക്കുക. ഇപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ ആകൃതിയിൽ, സാസറിൻ്റെ ആകൃതിയിൽ അത് വന്നു കഴിഞ്ഞു. ഞാനൊരു ബേസ് വയ്ക്കണം. ബേസ് വയ്ക്കാൻ വേണ്ടിയിട്ട് സർക്കിൾ ടൂൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഔട്ടർ കളറിന് വരുന്ന പോലെ അനുയോജ്യമായ കളർ കൊടുത്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് അതൊരു ബേസ് വരുന്നത് പോലുള്ള ഒരു രീതിയിൽ കൊണ്ടുവയ്ക്കുക. വെച്ചിട്ട് എന്നിട്ട് ഇതിനെ നമ്മൾ ഏറ്റവും പുറകിൽ കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് ഓബ്ജക്റ്റിൽ പോയിട്ട് ലോയർ ടു ബോട്ടം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് പോയി. ഇപ്പോൾ നമുക്കൊരു ഷേപ്പ്. ഇതിനി ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓബ്ജക്റ്റ് ഗ്രൂപ്പ്. ഇപ്പോൾ നമുക്ക് ഗ്രൂപ്പായി എല്ലാം ചേർന്ന്. ഇനി നമുക്ക് കപ്പാണ് ചെയ്യേണ്ടത്. കപ്പ് ചെയ്യാനും നമ്മൾ സർക്കിൾ ടൂൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ സാസറിന് അനുയോജ്യമായ ഇതിൽ നിറം കൊടുക്കണം അതിന്. ഇപ്പോൾ ഇവിടെ നമ്മൾ ലീനിയർ ഗ്രേഡിയൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി ഇങ്ങനെ വലിച്ചാൽ മതി. ഔട്ടറിൽ ലൈറ്റർ കളർ കൊടുക്കുക. ഒന്ന് ക്രമീകരിക്കുക കളർ. അതിനുശേഷം വീണ്ടും സർക്കിൾ ടൂൾ എടുത്ത് ഒരു നേരെ തിരിച്ച് ഒരു കപ്പിൻ്റെ ആകൃതിയിൽ വരുന്നത് പോലെ ഇനി രണ്ടെണ്ണത്തിനെയും സെലക്ട് ചെയ്യുക.
പാത്തിൽ പോയി ഡിഫറൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കൂ, ഒരു കപ്പിൻ്റെ ഒരു ആകൃതിയിൽ വന്നിട്ടുണ്ട്. വീണ്ടും സർക്കിൾ എടുത്ത് അതിൻ്റെ മുകളിൽ നമുക്കൊരു കപ്പിൻ്റെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സർക്കിൾ വരയ്ക്കുക. അത് ശരിക്കും അതിൽ ചേരുന്ന രീതിയിൽ ക്രമീകരിക്കുക. അതിനുശേഷം ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഷിഫ്റ്റ് കീ അമർത്തിക്കൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ വലിപ്പം കുറയ്ക്കുക. അതിന് വൈറ്റ് കളർ വെള്ള നിറം കൊടുക്കുക. വീണ്ടും ആ ഇന്നർ സർക്കിളിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഒന്ന് ഷിഫ്റ്റ് കീ അമർത്തിക്കൊണ്ട് ചെറുതാക്കുക. ഒരു ചായയുടെ നിറം വരുന്ന രീതിയിലുള്ള നിറം കൊടുക്കുക. ഇപ്പോൾ ആയിക്കഴിഞ്ഞു. ചായ അകത്തുള്ളതുപോലെ നമുക്ക് തോന്നിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ചെയ്യുക. ഇനി കൈപ്പിടിയാണ് വയ്ക്കേണ്ടത്. ചായക്ക് കപ്പിൻ്റെ കൈപ്പിടി. അതിനും നമ്മൾ ക്രിയേറ്റ് സർക്കിൾ ടൂളാണ് എടുക്കുന്നത്. എടുത്തൊരു സർക്കിൾ വരച്ചു. അവിടെയും നമ്മൾ ഗ്രേഡിയൻ്റ് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കപ്പിൻ്റെ അതിന് കളറിനനുസരിച്ച് നമുക്ക് പിടിയുടെ കളറും വരണം. അവിടെ ലീനിയർ ഗ്രേഡിയൻ്റ് തന്നെ. എന്നിട്ട് എഡിറ്റിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഷിഫ്റ്റ് കീ അമർത്തിക്കൊണ്ട് ചെറുതാക്കുക. ചെറുതാക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ കപ്പിൻ്റെ കൈപ്പിടി വരുന്നത് പോലുള്ളൊരു ആകൃതി അവിടെ വരുന്നുണ്ടാവും. ഇത് രണ്ടെണ്ണത്തിനെയും സെലക്ട് ചെയ്തിട്ട് പാത്തിൽ പോയി ഡിഫറൻസ് കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു ഫുൾ സർക്കിൾ പോലെയാണ് ഇരിക്കുന്നത്. അതിനെ ഒന്ന് നമുക്ക് വേറെ ഒരു സർക്കിൾ അതിൻ്റെ മുകളിൽ വരച്ചിട്ട് ഒന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ചേഞ്ച് വരും. അതിൽ നമ്മൾ വലിച്ചിട്ട് ഇങ്ങനെ തിരിച്ചാൽ മതി. അതിൽ വീണ്ടും ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വലിച്ച് നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കറക്റ്റ് അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ആ ഒരു കൈപ്പിടി വരുന്ന ഇതിനെ പോലെ കറക്റ്റ് ചെയ്യുക. എന്നിട്ട് രണ്ടിനെയും സെലക്ട് ചെയ്യുക. പാത്തിൽ പോയി ഡിഫറൻസ് കൊടുക്കുക. ഇപ്പോൾ കൈപ്പിടി റെഡി. ഇപ്പോൾ കൈപ്പിടിയെ കൊണ്ട് ഇതിൽ നമ്മൾ ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യുമ്പോൾ അത് പുറത്ത് നിൽക്കുന്ന പോലെ ചിലപ്പോൾ തോന്നിയാൽ ഇതിൽ തോന്നും ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ അതിന് സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ പോയിട്ട് ലോയർ ടു ബോട്ടം കൊടുത്താൽ മതി. അതിൻ്റെ പുറകിൽ പോയി എന്നിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഇപ്പോൾ സാസറും കപ്പുമായി. അപ്പോൾ ആ ചായയിൽ നിന്ന് ആവി പോകുന്ന പോലുള്ള ഒരു ഫോം നമുക്ക് വരയ്ക്കണം. അതിനെടുക്കുന്ന കാലിഗ്രാഫിക് ടൂൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലൈനുകൾ വരയ്ക്കുക. അതുപോലെ എന്നിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഓബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ചെല്ലുക. അവിടെ ബ്ലർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ബ്ലർ ഒന്ന് നിങ്ങൾ വലിച്ച് അതിൻ്റെ ഇത് കൂട്ടുക. അപ്പം ഇങ്ങനെ ബ്ലറായി ഒരു ആവി വരുന്ന പോലുള്ളൊരു ലെവലിലെത്തും. അതെത്തുന്നത് പോലെ നമ്മളൊന്ന് ക്രമീകരിക്കുക. അതിനുശേഷം അതിനെ വലിപ്പം കൂട്ടുകയോ ചെറുതാക്കുകയോ കഴിയും. അനുയോജ്യമായ രീതിയിൽ അതിൻ്റെ വലിപ്പം ക്രമീകരിച്ച് ഇതിൻ്റെ ചായക്കപ്പിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമുക്ക് ആവി ഉറക്കുന്ന പോലെ ഉണ്ട്. ഇനി വേണമെങ്കിൽ ഇനിയും അവിടെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും.
വരുന്നത് പോലെ ഉണ്ട്. എന്നിട്ട് രണ്ടിനെയും സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. നമ്മൾ ഓരോ പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഗ്രൂപ്പ് ചെയ്ത് വയ്ക്കുന്നതാണ് കുറച്ച് ഉചിതം.